ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലത്തെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ മന്ത് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ കറണ്ട് അഫയേഴ്സ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, ചണ്ഡീഗഡ് വിമാനത്താവളം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ആരുടെ പേരിലാണ്? ഭഗത് സിംഗിന്റെ പേരിലാണ് കേട്ടോ. ചണ്ഡീഗഡ് വിമാനത്താവളം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഭഗത് സിംഗ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? ഭഗത് സിംഗിന്റെ പേരിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ള രാജ്യം ജർമ്മനിയാണ്. അതായത് ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ യാത്രാ ട്രെയിൻ പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയാണ് കേട്ടോ. അപ്പം നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആണ്. അപ്പം മെനി ഹൈഡ്രജൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ ജർമ്മനി കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ യാത്രാ ട്രെയിൻ പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയാണ്. അപ്പോൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മെനി കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓർത്ത് വെച്ചേക്കാം ജർമ്മനി. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നാവികസേനയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. INS വിക്രാന്ത് ആണ്. ഏതാണ്? INS വിക്രാന്ത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. ഇന്ത്യയിലെ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിൽ റോഡുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സരൾ രാസ്ത 2. കേരളത്തിൽ റോഡുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ സരൾ രാസ്ത 2. ഓപ്പറേഷൻ സരൾ രാസ്ത 2. അടുത്തത്, ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള മിനിറ്റ് മാൻ 3 പരീക്ഷിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? USA. അപ്പം മിനിറ്റ് മാൻ 3 പരീക്ഷിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? USA. അപ്പോൾ നമുക്ക് ഈ മിനിറ്റ് മാൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഫാറ്റ് മാൻ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? എന്താ, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക ജപ്പാനിൽ ഇട്ടിട്ടുള്ള ബോംബിന്റെ പേരായിരുന്നു ഫാറ്റ് മാനും ലിറ്റിൽ ബോയും ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ ഫാറ്റ് മാൻ, മിനിറ്റ് മാൻ 3 ഒക്കെ USA ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യരെത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിമിസ് ആണ് കേട്ടോ. 50 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യരെത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യമാണ് ആർട്ടിമിസ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗർഭ. അപ്പോൾ ഗുജറാത്തിലെ നൃത്തരൂപമാണ് കേട്ടോ ഗർഭ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആലോചിക്കുക? നമ്മൾ ഈ രാത്രി, ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രി ആലോചിക്കാം അല്ലേ. അപ്പോൾ രാത്രിയല്ല ഇങ്ങനെ പലരും ഇങ്ങനെ കൂർക്കം വലിച്ച് ഗർ എന്നുള്ള രീതിയിലൊക്കെ കൂർക്കം വലിച്ച് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗർഭ. കേന്ദ്ര ജലശക്തി മന്ത്രാലയവും നീതി ആയോഗും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയിലാണ് കേട്ടോ. കേന്ദ്ര ജലശക്തി മന്ത്രാലയവും നീതി ആയോഗും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ ചീറ്റപ്പുലി സങ്കേതമായിട്ടുള്ള ദേശീയോദ്യാനം ഏതാ? കൂനോ പാൽപൂർ ദേശീയോദ്യാനമാണ്, മധ്യപ്രദേശിൽ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ചീറ്റപ്പുലി സങ്കേതമായിട്ടുള്ള ദേശീയോദ്യാനമാണ് കൂനോ പാൽപൂർ ദേശീയോദ്യാനം. അപ്പോൾ നമുക്ക് ചീറ്റപ്പുലി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ ചീറ്റപ്പുലിയൊക്കെ അതിൻ്റെ ഇരയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞൊക്കെ വരുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിച്ചുകൂടെ? അപ്പോൾ അങ്ങനെ കുനിഞ്ഞ് കൂനോ പാൽപൂർ ദേശീയോദ്യാനമാണ് കേട്ടോ മധ്യപ്രദേശിൽ. അടുത്തത്, വാനര വസൂരി രാജ്യത്തെ ആദ്യത്തെ മരണം നടന്നിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. വാനര വസൂരി രാജ്യത്തെ ആദ്യത്തെ മരണം നടന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യേന്ദ്ര പ്രകാശ് ആണ്. ആരാണ്? സത്യേന്ദ്ര പ്രകാശ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഡയറക്ടർ ആണ്. പ്രസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പത്രവുമായിട്ടൊക്കെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ പത്രത്തിലൊക്കെ സത്യങ്ങൾ വരട്ടെ അല്ലേ. സത്യേന്ദ്ര പ്രകാശ്. അടുത്ത പോയിന്റ് നോക്കാം. ഏത് സംസ്ഥാനത്താണ് പുതിയ 7 ജില്ലകൾ രൂപവൽക്കരിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയത്? എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. അപ്പോൾ ഇതോടെ പശ്ചിമ ബംഗാളിലെ ആകെ ജില്ലകളുടെ എണ്ണം 30 മാറും കേട്ടോ. 30 മാറും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കാം, പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആരാ? മമതാ ബാനർജി. ഓക്കെ, അടുത്ത പോയിന്റ്, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് ആരാ? ഉമ്മൻചാണ്ടിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായതുള്ള ആരാണ്? ഉമ്മൻചാണ്ടി. അപ്പോൾ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ആയിരുന്നത് ആരായിരുന്നു? KM മാണിയാണ് അല്ലേ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടുള്ള വനിതാ അംഗം ചോദിക്കുകയാണെങ്കിൽ KR ഗൗരിയമ്മ. ആരാണ്? KR ഗൗരിയമ്മ. അപ്പോൾ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടുള്ളത് ഉമ്മൻചാണ്ടി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത നോക്കാം. റെയിൽവേ ഇൻഫർമേഷൻ സെന്ററുകളുടെ പുതിയ പേര് സഹയോഗ് എന്നാണ്. റെയിൽവേ ഇൻഫർമേഷൻ സെന്ററുകളുടെ പുതിയ പേരെന്താണ്? സഹയോഗ്. ഓക്കെ, സഹയോഗ്.
2022 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കോഴിക്കോടാണ്. 2022 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരം. 2022 ശാസ്ത്രമേളയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എറണാകുളമാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? കോഴിക്കോട്. ഈ സ്കൂൾ കലോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് കോഴികളൊക്കെ കാണാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം കോഴിക്കോട്. അതുപോലെ തന്നെ 2022 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം. അപ്പോൾ കായികമേള എന്നൊക്കെ പറയുമ്പോഴല്ലോ നമുക്ക് കായികവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. നമ്മുടെ GV രാജയുടെ സ്പോർട്സ് സ്കൂളൊക്കെ തിരുവനന്തപുരത്തല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ 2022 ശാസ്ത്രമേളയുടെ വേദി എറണാകുളം. ശാസ്ത്രം, നമ്മുടെ സയൻസ്, കുസാറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? എറണാകുളം. ഓക്കെ, അപ്പോൾ തെറ്റണ്ട. സ്കൂൾ കലോത്സവ വേദി കോഴിക്കോട്, കായികമേളയുടെ വേദി തിരുവനന്തപുരം, ശാസ്ത്രമേളയുടെ വേദി എറണാകുളം. ദ ലൈൻ എന്ന കാർബൺ സ്മാർട്ട് നഗരം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് കേട്ടോ. നിയോം പദ്ധതിയുടെ ഭാഗമായിട്ട് ദ ലൈൻ എന്ന കാർബൺ സ്മാർട്ട് നഗരം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമുക്ക് അറേബ്യ എടുക്കാം. ഓക്കെ, അറേബ്യൻ ഗ്രിൽസ് എന്നൊക്കെ കേട്ടില്ലേ? നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, അറേബ്യൻ ഗ്രിൽഡ് ചിക്കനൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ അടിയിൽ ഈ കരിയൊക്കെ ഉണ്ടാവില്ലേ, ഈ കാർബണൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ നമുക്ക് കാർബണുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദ ലൈൻ എന്ന കാർബൺ സ്മാർട്ട് നഗരമാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള സൗദി അറേബ്യ. അടുത്ത പോയിന്റ് നോക്കാം. മോദി സർക്യൂട്ട് പദ്ധതി ആരംഭിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് കേട്ടോ, ഉത്തരാഖണ്ഡിലെ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. അതായത് ഈ മോഡി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടില്ല പലരും ഇങ്ങനെ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മോദി സർക്യൂട്ട് പദ്ധതി ആരംഭിക്കുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജിം കോർബറ്റ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം വാങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മലേഷ്യയാണ് കേട്ടോ. മലേഷ്യയ്ക്ക് 18 തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള തേജസ് യുദ്ധവിമാനമാണ് കേട്ടോ വാങ്ങുന്ന രാജ്യം ഏതാണ്? മലേഷ്യയാണ്. അപ്പോൾ നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ കയറി കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടില്ലേ, നമ്മുടെ മുഖമൊക്കെ ഭയങ്കര തേജസ് ആയിട്ടൊക്കെ വരില്ലേ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. തേജസ് മല കേട്ടോ, മലേഷ്യ. അപ്പോൾ തേജസ് യുദ്ധവിമാനം വാങ്ങുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മലേഷ്യയാണ്. മലേഷ്യയ്ക്ക് 18 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ വിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യം, അതിൻ്റെ ഒപ്പം തന്നെ ഓർത്ത് വെച്ചേക്കുക, ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്ന എവിടെയാണ്? ഓംകരേശ്വർ ആണ് കേട്ടോ, മധ്യപ്രദേശിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്ന എവിടെയാണ്? ഓംകരേശ്വർ ആണ്, മധ്യപ്രദേശ്. അപ്പോൾ നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തെലുങ്കാനയാണ് നിലവിൽ കേട്ടോ. നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തെലുങ്കാനയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആനയുടെ മുകളിലൊക്കെ കയറിയിരുന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തിരുന്നു. 100 മെഗാവാട്ടാണ് അതിൻ്റെ പവർ വരുന്നത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലാണ്. അപ്പോൾ ഈ മദ്യമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുമല്ലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓംകരേശ്വർ എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അമേരിക്കൻ ഉന്നത കോടതിയിൽ ജഡ്ജി ആയിട്ടുള്ള ഇന്ത്യൻ വംശജ ആരാണ്? രൂപാലി ദേശായി. അമേരിക്കൻ ഉന്നത കോടതിയിൽ ജഡ്ജി ആയിട്ടുള്ള ഇന്ത്യൻ വംശജയല്ലേ. അപ്പം നമ്മുടെ ദേശത്തെ ഒരാൾ തന്നെയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ദേശായി ആണ് കേട്ടോ, രൂപാലി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ഏതാ? വരുണയാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ഏതാണ്? വരുണയാണ്. ഒരു 130 kg ഭാരം, ഒരു 25 കിലോമീറ്റർ വരെയൊക്കെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോണാണ് ഈ പറഞ്ഞിട്ടുള്ള വരുണ കേട്ടോ. അതുപോലെ തന്നെ വിദൂര സ്ഥലങ്ങളിലൊക്കെ എയർ ആംബുലൻസ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോണാണ് വരുണ. ലോക ചെസ് സംഘടനയുടെ ഫിഡയുടെ ഡെപ്യൂട്ടി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തത് വിശ്വനാഥൻ ആനന്ദിനെയാണ് കേട്ടോ. ലോക ചെസ് സംഘടനയുടെ ഡെപ്യൂട്ടി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? വിശ്വനാഥൻ ആനന്ദ്. 2022 മിസ് ഇന്ത്യ അമേരിക്ക കിരീടം നേടിയത് ആര്യ വൽവേക്കർ ആണ്. 2022 മിസ് ഇന്ത്യ അമേരിക്ക കിരീടം നേടിയത് ആരാണ്? ആര്യ വൽവേക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിസ് ഇന്ത്യ അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള പരിപാടികളിലൊക്കെ ഈ ക്യാറ്റ് വാക്കൊക്കെ വേണ്ടേ, അപ്പോൾ നല്ല രീതിയിലൊക്കെ വാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ, വാക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആര്യ വൽവേക്കർ വാക്ക് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. വെല്ലായിട്ട് വാക്ക് ചെയ്യണം, നന്നായിട്ട് വാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മിസ് ഇന്ത്യ അമേരിക്കയാണ്, ഇന്ത്യ അമേരിക്ക. അപ്പോൾ ഇന്ത്യക്കാരി അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ നല്ല രീതിയിൽ വാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ, ആര്യ വൽവേക്കർ. ഇന്ത്യയുടെ 75ാമത്തെ ഗ്രാൻഡ് ചെസ് മാസ്റ്റർ ആവുന്നത് വി പ്രണവ് ആണ്. ഇന്ത്യയുടെ 75ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആവുന്ന ആരാണ്? വി പ്രണവ് ആണ്. അടുത്ത പോയിന്റ്, 2021-2022 വർഷത്തെ മികച്ച ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ താരമായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? സുനിൽ ഛേത്രിയാണ് കേട്ടോ. 2021-22 വർഷത്തെ മികച്ച ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ താരമായിട്ട് തിരഞ്ഞെടുത്തത് സുനിൽ ഛേത്രിയാണ്. വനിതാ താരം മനീഷ കല്യാൺ. വനിത ആരാണ്? മനീഷ കല്യാൺ. ഇന്ത്യ അമേരിക്ക ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് വജ്രപ്രഹാർ. ഓർത്തു വയ്ക്കുക, വജ്രപ്രഹാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ് കേട്ടോ. ഇന്ത്യ അമേരിക്ക ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ആണ് വജ്രപ്രഹാർ.
2022 ഓഗസ്റ്റിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ലാംഗ്യ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ് കേട്ടോ. 2022 ഓഗസ്റ്റിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ലാംഗ്യ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ്? ചൈന. അപ്പോൾ അവിടെ ഒരു പോയിന്റും കൂടെ നമുക്ക് ആലോചിക്കാം. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ, അതിനെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂനോട്ടിക് ഡിസീസസ്. സൂനോട്ടിക് ഡിസീസസ്. അത് PYQ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അടുത്ത പോയിന്റ്, ബഹിരാകാശ നേട്ടങ്ങൾ ജനങ്ങൾക്ക് അറിയാനായിട്ട് ISRO ആരംഭിച്ചിട്ടുള്ള വെർച്വൽ മ്യൂസിയം ആണ് സ്പാർക്ക് കേട്ടോ. അപ്പോൾ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടിയ പോലെ ആയിരിക്കില്ലേ ബഹിരാകാശ നേട്ടങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു സ്പാർക്ക് കിട്ടിയ പോലെ ആയിരിക്കും എന്നൊക്കെ കണക്ട് ചെയ്യുക കേട്ടോ. ISRO ആരംഭിച്ചിട്ടുള്ള വെർച്വൽ മ്യൂസിയം ആണ് സ്പാർക്ക്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഓർത്ത് വെച്ചേക്കാരാ? S സോമനാഥാണ്. 10ാമത്തെ ചെയർമാനും 5ാമത്തെ മലയാളിയും. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റിയാസി ജില്ലയാണ്, ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റിയാസി ജില്ല, ജമ്മു കാശ്മീർ. ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ യാത്രാ ട്രെയിൻ പുറത്തിറക്കിയിട്ടുള്ള രാജ്യം എവിടെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഏതായിരുന്നു എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഹൈഡ്രജൻ നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലേ. അപ്പം ജർമ്മനി എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത്, രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കനകക്കുന്നാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കനകക്കുന്ന്. അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ദേശീയ പതാകയാണ്. നമ്മൾ കനകം പോലെയൊക്കെ സൂക്ഷിക്കും, സ്വർണം പോലെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. കനകക്കുന്ന്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ പതാക എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിജയനഗരയാണ് കേട്ടോ, കർണാടകയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പതാക വിജയനഗര, കർണാടക. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമുള്ള ചരക്ക് തീവണ്ടി ഏതാ? വാസുകിയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമുള്ള ചരക്ക് തീവണ്ടി ഏതാണ്? വാസുകി. അതിൻ്റെ ലെങ്ത് എത്രയാ? 3.5 കിലോമീറ്റർ അല്ലെ, 3.5 കിലോമീറ്റർ. അടുത്ത പോയിന്റ് നോക്കാം. ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ 75 കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ 75. അപ്പോൾ ഭിക്ഷയ്ക്കൊക്കെ വരുന്ന ആൾക്കാരെ നോക്കി നമ്മൾ സ്മൈൽ ചെയ്യരുന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. സ്മൈൽ 75. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. അടുത്ത പോയിന്റ് നോക്കാം. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേന്ദ്രം നിർമ്മിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുലശേഖര പട്ടണമാണ് കേട്ടോ. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിർമ്മിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കുലശേഖര പട്ടണമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയായിരുന്നു? തുമ്പയാണ് അല്ല, തിരുവനന്തപുരത്ത് തന്നെ. ഓക്കെ. അടുത്ത പോയിന്റ്, ഓസ്ട്രേലിയയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് പിച്ച് ബ്ലാക്ക്. നമ്മൾ ഓസിന് എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പിച്ചൊക്കെ കിട്ടും, പിന്നെ അത് ബ്ലാക്ക് ആയിട്ടൊക്കെ മാറും അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് പിച്ച് ബ്ലാക്ക് കേട്ടോ. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിർമ്മിക്കുന്ന എവിടെയാണ്? കുലശേഖര പട്ടണം. 2022 ഓഗസ്റ്റിൽ ഇന്ത്യ മലേഷ്യ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വ്യോമാഭ്യാസമാണ് ഉദരശക്തി. ഓർത്തു വെച്ചേക്കുക. 2022 ഓഗസ്റ്റിൽ ഇന്ത്യ മലേഷ്യയും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വ്യോമാഭ്യാസമാണ് ഉദരശക്തി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മെറ്റവേഴ്സ് ക്ലാസ് റൂം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ്. മെറ്റവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെർച്വൽ റിയാലിറ്റിയുടെ ഒക്കെ ഒരു ക്ലാസ് റൂമാണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ മെറ്റവേഴ്സ് ക്ലാസ് റൂം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട്. ജലജീവൻ മിഷൻ കീഴിൽ രാജ്യത്തെ ഹർഘർ ജൽ സർട്ടിഫൈഡ് സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. ജലജീവൻ മിഷന് കീഴിലെ രാജ്യത്തെ ഹർഘർ ജൽ സർട്ടിഫൈഡ് സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. അടുത്ത പോയിന്റ് നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് മീകോപ്സ് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാനം മീകോപ്സ് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളറാണ് ജൂലൻ ഗോസ്വാമി കേട്ടോ. ആരാണ്? ജൂലൻ ഗോസ്വാമി. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളറാണ് ജൂലൻ ഗോസ്വാമി. അപ്പോൾ വനിതയാണ്. അപ്പോൾ വനിതാ ക്രിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വനിതകളുടെ കയ്യിൽ ചൂലുണ്ടാവും. ആ ചൂല് ഉപയോഗിച്ചിട്ട് വിക്കറ്റുകളെല്ലാം ഇങ്ങനെ തൂത്തുവാരി എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളറാണ് ജൂലൻ ഗോസ്വാമി കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2022 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ടോക്കിയോയിലാണ് കേട്ടോ. എവിടെയാണ്? ടോക്കിയോയിലാണ്. അടുത്തത്, സൈബർ ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞാപ്പ്. ഓർത്ത് വെച്ചേക്കുക. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണ്? കുഞ്ഞാപ്പ്.
യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാരം നേടിയിട്ടുള്ളത് ആഞ്ചല മാർക്കലാണ് കേട്ടോ. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാരം നേടിയിട്ടുള്ളത് ആഞ്ചല മാർക്കൽ. സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഏഞ്ചലിനെ ഓർത്തൂടെ, ഏഞ്ചൽ, ആഞ്ചല മാർക്കൽ കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് ഹൈഡ്രജൻ യാത്രാ ട്രെയിനുകൾ പുറത്തിറക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജർമ്മനിയാണ്, അല്ലെ, ജർമ്മനിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം മിട്ടു എന്ന് പറഞ്ഞുള്ളൊരു തത്തയാണ് കേട്ടോ. 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ്? മിട്ടു എന്ന് പറഞ്ഞുള്ളൊരു തത്തയാണ്. അപ്പം നെഹ്റു ട്രോഫി നടക്കുന്ന എവിടെയാ? പുന്നമടക്കായലാണ്, ആലപ്പുഴയിൽ, അല്ലേ. ജലത്തിലെ പൂരം എന്നൊക്കെ അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 68ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം മിട്ടു എന്ന് പറഞ്ഞുള്ള തത്ത. നെഹ്റു ട്രോഫി നടക്കുന്നത് പുന്നമടക്കായലിലാണ്, ആലപ്പുഴ ജില്ലയിലെ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കേന്ദ്ര ജലശക്തി മന്ത്രാലയവും നീതി ആയോഗ് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടന്നത് ന്യൂഡൽഹി. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കടുത്ത പ്രളയത്തെ തുടർന്ന് ഏത് രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എവിടെയാണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. കടുത്ത പ്രളയത്തെ തുടർന്ന് ഏത് രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്? പാകിസ്ഥാനിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര സർക്കാർ ഭൗമസൂചിക പദവി നൽകിയ ബീഹാറിലെ ഉൽപ്പന്നമായിട്ടുള്ള മിഥില മഖാന എന്താണ്? താമര വിത്താണ് കേട്ടോ. കേന്ദ്ര സർക്കാർ ഭൗമസൂചിക പദവി നൽകിയിട്ടുള്ള ബീഹാറിലെ ഉൽപ്പന്നമായിട്ടുള്ള മിഥില മഖാന എന്താണ്? താമര വിത്ത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ചരക്ക് തീവണ്ടി ഏതാണ്? സൂപ്പർ വാസുകി. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 3.5 കിലോമീറ്റർ ലെങ്ത് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ AR റഹ്മാന് ആദരവായിട്ട് ഏത് രാജ്യത്തെ തെരുവിനാണ് റഹ്മാന്റെ പേര് നൽകിയിട്ടുള്ളത്? ഏത് രാജ്യത്തെ തെരുവിനാണ് റഹ്മാന്റെ പേര് നൽകിയിട്ടുള്ളത്? കാനഡയാണ് കേട്ടോ. അപ്പോൾ കാനഡ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം, അല്ലേ. കാരണം നമ്മുടെ ഇന്ത്യക്കാരൊക്കെ കാനഡ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാനഡയാണ്. സർക്കാർ മേഖലയിലെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി. നേരത്തെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. സർക്കാർ മേഖലയിലെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. അടുത്ത പോയിന്റ് നോക്കാം. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക രംഗത്ത് കർഷകർക്ക് വിത്ത് വിതരണം നടത്തിയിട്ടുള്ള ഇന്ത്യയിലത്തെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ജാർഖണ്ഡാണ് കേട്ടോ. ജാർഖണ്ഡാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കാർഷിക രംഗത്ത് കർഷകർക്ക് വിത്ത് വിതരണം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലെ ജാറൊക്കെ ഉണ്ടല്ലോ, ആ ജാറിനകത്തൊക്കെ നമുക്ക് വിത്തൊക്കെ ഇട്ടിട്ട് കൃഷി ചെയ്തുകൂടെ? അപ്പം അങ്ങനെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ജാർഖണ്ഡാണ് കേട്ടോ. അടുത്തത് സ്വാതന്ത്ര്യത്തിന് 75ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചിട്ടുള്ള ടെക് കമ്പനി ഏതാണ്? ഗൂഗിളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചിട്ടുള്ള ടെക് കമ്പനി ഏതാണ്? ഗൂഗിളാണ് കേട്ടോ. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന ചൈനയിലെ നഗരം ഹാങ്ഷു ആണ്. അപ്പോൾ 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന ചൈനയിലെ നഗരമാണ് ഹാങ്ഷു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കാം. 2023 ചൈന, 2026 ജപ്പാനാണ് കേട്ടോ. അതുപോലെ തന്നെ 2030 ഓരോ 4 വർഷം കൂടുമ്പോഴല്ലേ, 2030 ഖത്തറാണ് കേട്ടോ. ഖത്തറാണ്. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് കയറാം. 2022 ഓഗസ്റ്റിൽ 75 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചിട്ടുള്ള സംസ്ഥാനം. വളരെ മഹത്തായിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, അല്ല. 75 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹത്തായിട്ടുള്ള രാഷ്ട്രം എന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. യുനെസ്കോ സാംസ്കാരിക പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള നൃത്തമാണ് ഗർഭ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗുജറാത്തിലെ നൃത്തരൂപമാണ് ഗർഭ, അല്ലെ. രാത്രി നമ്മളിങ്ങനെ ഗർഗർ എന്നൊക്കെ പറഞ്ഞിട്ട് കൂർക്കം വലിക്കുന്നൊക്കെ കണക്ട് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് നൈറ്റ് സഫാരി ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ്? ലക്നൗ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നൈറ്റ് സഫാരി, നൈറ്റിലൊക്കെ സഫാരിയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ലക്ക് വേണം, അല്ലേ. അപ്പോൾ ലക്നൗ നൈറ്റ് സഫാരി ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിലയിൽ വരുന്ന എവിടെയാണ്? ലക്നൗ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള ഭവന പൂർത്തീകരണ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫിൻ്റെ ഫുൾ ഫോമും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ് ആണ് കേട്ടോ. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ്, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞു വരുണ. ജനറൽ ബിപിൻ റാവത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്തിട്ടുള്ള റോഡ് ഏതാണ്? ശേഖരിപുരം ഗണേഷ് നഗർ റോഡാണ് കേട്ടോ. ശേഖരിപുരം ഗണേഷ് നഗർ റോഡ്, പാലക്കാട് ജില്ലയിലെ. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. ജനസംഖ്യ കുറഞ്ഞതിനെ തുടർന്ന് 10 കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീക്ക് 15 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ജനസംഖ്യ കുറഞ്ഞതിനെ തുടർന്ന് 10 കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് 15 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുള്ള രാജ്യമാണ് റഷ്യ. അപ്പോൾ അവിടുത്തെ ഒരു റഷൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ, ആൾക്കാരുടെയൊക്കെ ജനസംഖ്യ കൂടിയിട്ട് റഷ് വരുത്തുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. റഷ്യ. മാമ്പഴത്തിന് മാന്ത്രികത എങ്ങനെ ലഭിച്ചു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുധാമൂർത്തി. മാമ്പഴത്തിന് മാന്ത്രികത എങ്ങനെ ലഭിച്ചു, അല്ലേ. അപ്പോൾ മാമ്പഴമൊക്കെ നമ്മളിങ്ങനെ കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ മുറുക്കില്ലേ, അപ്പോൾ അങ്ങനെ മൂർത്തി കേട്ടോ, സുധാമൂർത്തി. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു മധ്യപ്രദേശ്, ഓംകരേശ്വർ, അല്ലേ. അടുത്തത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. അപ്പോൾ ഭരണഘടനയൊക്കെ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. കൊല്ലമാണ്.
കേരളത്തിൽ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ മലപ്പുറമാണ്. കേരളത്തിലെ അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? മലപ്പുറം. ഇന്ത്യയുടെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാഴമുട്ടമാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടമാണ് ഇന്ത്യയുടെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത്. എവിടെയാണ്? വാഴമുട്ടം. അപ്പോൾ നമ്മുടെ ഭവനം, നമ്മുടെ വീട്ടിൽ, ഭവനം എന്നൊക്കെ പറഞ്ഞാൽ വീടിൻ്റെ അടുത്തൊക്കെ ഒരു വാഴയാണെന്നൊക്കെ കണക്ട് ചെയ്യാലോ. വാഴമുട്ടമാണ് കേട്ടോ തിരുവനന്തപുരം. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ JC ഡാനിയൽ സ്മാരക പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ JC ഡാനിയൽ സ്മാരക പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം, നെയ്യാറ്റിൻകരയാണ് കേട്ടോ. ഗംഗൗർ ഉത്സവം പ്രധാനമായിട്ടും ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ് കേട്ടോ. ഗംഗൗർ ഉത്സവം, ഓക്കെ, ഗംഗൗർ ഭയങ്കര ഗൗരവമായിട്ടുള്ള ഒരു രാജാവാണെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്തോളൂ. ഗംഗൗർ ഉത്സവം പ്രധാനമായിട്ടും ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കൃഷി ദർശൻ. ഓക്കെ, അപ്പോൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കൃഷി ദർശൻ. നമ്മുടെ ദൂരദർശൻ എന്നൊക്കെ പറയുന്ന പോലെ കൃഷി ദർശൻ. അടുത്ത പോയിന്റ് നോക്കാം. ജലസംവേദനക്ഷമതയുള്ള നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. അപ്പോൾ വാട്ടർ സെൻസിറ്റീവ് സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ഈ വാട്ടർ റിസോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കൂടുതൽ അത് പൊല്യൂട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജില്ലകളെ നമ്മളിങ്ങനെ വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ്. അപ്പോൾ ഒരു ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ കോഴിയൊക്കെ കഴിച്ച് കഴിയുമ്പോണ്ടല്ലോ നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് വാട്ടറൊക്കെ കുടിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. വാട്ടർ സെൻസിറ്റീവ് സിറ്റി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് നെൽവിത്തിന്റെ പേറ്റന്റ് ലഭിക്കാൻ പോകുന്ന ആദ്യ കർഷകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശശിധരനാണ് കേട്ടോ. നെൽവിത്ത് ഗോപിക എന്ന് പറഞ്ഞിട്ടുള്ള നെൽവിത്താണ് കേട്ടോ. സംസ്ഥാനത്ത് ആദ്യമായിട്ട് നെൽവിത്തിന്റെ പേറ്റന്റ് ലഭിക്കാൻ പോകുന്ന ആദ്യ കർഷകൻ ആരാണ്? ശശിധരൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ബാങ്ക് നിലയിൽ വന്നിട്ടുള്ള സംസ്ഥാനം പഠിച്ചു വെച്ചേക്കുക, രാജസ്ഥാനാണ്. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ബാങ്ക് നിലയിൽ വന്നിട്ടുള്ള സംസ്ഥാനമാണ് രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? വാട്ടർ സെൻസിറ്റീവ് സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല കോഴിക്കോട്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് നെൽവിത്തിന്റെ പേറ്റന്റ് ലഭിക്കാൻ പോകുന്ന ആദ്യ കർഷകൻ ശശിധരൻ. പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ബാങ്ക് നിലയിൽ വന്നിട്ടുള്ള സംസ്ഥാനം രാജസ്ഥാൻ. അടുത്തത് ISROയുടെ ചൊവ്വ ദൗത്യമായിട്ടുള്ള മംഗൾയാൻ ആസ്പദമാക്കി നിർമ്മിച്ചുള്ള സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി യാനമാണ് കേട്ടോ. അപ്പോൾ മംഗൾയാൻ ആസ്പദമാക്കി നിർമ്മിച്ചുള്ള സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി ഏതാണ്? യാനം. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഗർവാളാണ്, ഉത്തരാഖണ്ഡിലെ. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ള സ്ഥലം ഏതാണ്? ഗർവാൾ, ഉത്തരാഖണ്ഡിൽ കേട്ടോ. ഇന്ത്യയിലെ മെഡിസിൻ ഫ്രം ദ സ്കൈ എന്ന ഡ്രോൺ അധിഷ്ഠിത ആരോഗ്യ സേവനം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ മെഡിസിൻ ഫ്രം ദ സ്കൈ എന്ന ഡ്രോൺ അധിഷ്ഠിത ആരോഗ്യ സേവനം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ മെഡിസിൻ ഫ്രം ദ സ്കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ സൺലൈറ്റ് ഒക്കെ ആലോചിച്ചൂടെ? സൺലൈറ്റിനകത്ത് വിറ്റാമിൻ D ഉണ്ട്, അപ്പോൾ അതൊരു മെഡിസിൻ ആണ്. അപ്പോൾ മെഡിസിൻ ഫ്രം ദ സ്കൈ എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പോൾ സൂര്യകിരണം, അപ്പോൾ സൂര്യൻ വെച്ചിട്ട് നമുക്ക് അരുണം ആലോചിച്ചൂടെ അല്ലേ? അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മെഡിസിൻ ഫ്രം ദ സ്കൈ എന്ന ഡ്രോൺ അധിഷ്ഠിത ആരോഗ്യ സേവനം ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശാണ്. നദികളുടെ സുസ്ഥിര വികസനത്തിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പുതിയ മാതൃകയുടെ പേര് അർത്ഥഗംഗ. ഇതൊക്കെ ഒന്ന് കേട്ടുപോവാ കേട്ടോ. അടുത്തത്, കുങ്കുമപ്പൂവ് കൃഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുള്ള സംസ്ഥാനമാണ് സിക്കിം. കുങ്കുമപ്പൂവ് കൃഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുള്ള സംസ്ഥാനമാണ് സിക്കിം. അപ്പോൾ കുങ്കുമപ്പൂവ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. സിക്കിം, അപ്പോൾ സ്കിന്ന് അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക. സായും കേക്ക് ഉണ്ടല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ചേക്കുട്ടി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? സേതു ആണ് കേട്ടോ. ചേക്കുട്ടി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? സേതു. ഓക്കെ, അപ്പോൾ ചേക്കുട്ടി, കുട്ടി എന്തോ ചെയ്തു, സേതു കുട്ടി എന്തോ ചെയ്തു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക, യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അനഘ ജെ കോലോത്താണ്. അനഘ ജെ കോലോത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കവിതാ സമാഹാരം ചോദിക്കുകയാണെങ്കിൽ മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അപ്പോൾ മെഴുകുതിരി അനക്കല്ലേ എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാലോ. അനഘ ജെ കോലോത്ത്. കവിതാ സമാഹാരം മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. അടുത്ത പോയിന്റ് നോക്കാം. 2022 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇൻ ഫ്രീ ഫോൾ മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ലിവിങ് എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പാണ്? മല്ലിക സാരാഭായിയുടെയാണ് കേട്ടോ. മല്ലിക സാരാഭായ്. ഇൻ ഫ്രീ ഫോൾ മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ലിവിങ് ആണ് കേട്ടോ. ഫ്രീ ഫോൾ ആണ്. അപ്പോൾ എന്തായാലും ഫോൾ ചെയ്ത് കഴിയുമ്പോൾ സാരമായിട്ടുള്ള എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മല്ലിക സാരാഭായ്.
കുട്ടികൾക്കെതിരെയായ സൈബർ ആക്രമണം തടയാൻ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പാണ് കുഞ്ഞാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കുഞ്ഞാപ്പ്. കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് കഥകളി മ്യൂസിയം സ്ഥാപിക്കാൻ പള്ളിക്കൽ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ കഥകളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരമായിട്ടൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തിരുവനന്തപുരമാണ് കേട്ടോ, തിരുവനന്തപുരം. ഓഗസ്റ്റ് 12 ന്യൂയോർക്കിലെ ഷട്ടോക്ക് വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നടന്ന പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആരാണ്? ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റ് സൽമാൻ റുഷ്ദി. ഓർത്തു വയ്ക്കുക കേട്ടോ, സൽമാൻ റുഷ്ദി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവുള്ളത് ഗുജറാത്താണ് കേട്ടോ. അപ്പോൾ ഗുജറാത്തിൽ രാത്രി മാത്രമാണ് മരുന്ന് കഴിക്കുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഏറ്റവും കുറവുള്ളത് ഗുജറാത്തും ഏറ്റവും കൂടുതലുള്ളത് കേരളവും. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്ന കുലശേഖരപട്ടണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ? കുലശേഖരപട്ടണം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലാണ് കേട്ടോ, തമിഴ്നാട്ടിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷ പരിജ്ഞാനം നിർബന്ധമാക്കിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേട്ടോ, നമ്മുടെ കേരളമാണ്. 2022 ഓഗസ്റ്റിൽ അന്തരിച്ചിട്ടുള്ള കൊച്ചരേത്തി എന്ന നോവലിന്റെ രചയിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നാരായണാണ്. ഓക്കെ, നാരായൺ. 2022 ഓഗസ്റ്റിൽ അന്തരിച്ചിട്ടുള്ള കൊച്ചരേത്തി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? നാരായണാണ്. അപ്പോൾ കോവിഡ് ബാധിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. എറണാകുളത്തായിരുന്നു കേട്ടോ അന്ത്യം. അതുപോലെ തന്നെ ആദിവാസി സമൂഹമായിട്ടുള്ള മലയരന്മാരെ കുറിച്ചാണ് ഈ ഒരു നോവലിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, കൊച്ചരേത്തി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക കായിക ഇനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദഹി ഹണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഈ ഉറിയടി പോലെയൊക്കെയാണ് കേട്ടോ അവരുടെ ദഹി ഹണ്ടി. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക കായിക ഇനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദഹി ഹണ്ടി എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2022 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷാ എൽ ഷെയ്ഖ് ആണ് കേട്ടോ. ഷാ എൽ ഷെയ്ഖ് ഈജിപ്തിലാണ് കേട്ടോ. അപ്പോൾ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദിയാണ്. കാലാവസ്ഥയ്ക്കൊക്കെ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഷെയ്ക്ക് കുടിക്കും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഷാ എൽ ഷെയ്ഖ് ഈജിപ്തിലാണ് കേട്ടോ. അടുത്ത പോയിന്റ്, രൂക്ഷമായിട്ടുള്ള മഴയെ തുടർന്ന് 2022 ഓഗസ്റ്റിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം പാകിസ്ഥാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. സൈക്കിൾ കാൽനട യാത്രക്കാർക്കായിട്ടുള്ള അടൽ ബ്രിഡ്ജ് ഒരുങ്ങുന്ന എവിടെയാണ്? അഹമ്മദാബാദിലാണ് കേട്ടോ. അപ്പോൾ സൈക്കിൾ കാൽനട യാത്രക്കാർക്കായിട്ടുള്ള അടൽ ബ്രിഡ്ജ് ഒരുങ്ങുന്ന എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്തിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2022 ഓഗസ്റ്റിൽ അട്ടപ്പാടിയിൽ നടക്കുന്ന ആദ്യത്തെ ദേശീയ ഗോത്രഭാഷ ചലച്ചിത്രോത്സവത്തിന് കൊടി ഉയർത്തിയിട്ടുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവാരാണ്? നഞ്ചി അമ്മയാണ് കേട്ടോ, നഞ്ചി അമ്മ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒറ്റ കമാനമുള്ള റെയിൽവേ പാലം ഇന്ത്യയിൽ ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ചെനാബിൻ്റെയാണ് കേട്ടോ, ചെനാബ്. ജമ്മു കാശ്മീരിലെ ചെനാബാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒറ്റ കമാനമുള്ള റെയിൽവേ പാലം ഇന്ത്യയിൽ ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ചെനാബിൻ്റെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ് കേട്ടോ. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആണ് ജഗദീപ് ധൻകർ. 15ാമത്തെ പ്രസിഡന്റ് ആണ് ആരാണ്? ദ്രൗപദി മുർമു അല്ലെ. അപ്പോൾ ജഗദീപ് ധൻകർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓർത്തു വെച്ചേക്കുക, ഉപരാഷ്ട്രപതി ആകുന്നതിന് മുൻപ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്നു അദ്ദേഹം കേട്ടോ. അപ്പോൾ എവിടത്തെ ഗവർണറായിരുന്നു? പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്നു കേട്ടോ. അതും കൂടെ ഓർത്തു വയ്ക്കുക. 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്. അടുത്ത പോയിന്റ്, സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ഫ്രീഡം വാൾ കേട്ടോ, ഫ്രീഡം വാൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വീരമല കുന്ന് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡാണ് കേട്ടോ. വീരമല കുന്ന് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. മോദി സർക്യൂട്ട് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് KSRTC ബസ്സുകൾ ആരംഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് KSRTC ബസ്സുകൾ ആരംഭിക്കുന്ന ജില്ല ഞാൻ ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം. കേരളത്തിലെ പുതിയ വിവരാവകാശ കമ്മീഷണർ ആരാണ്? A. അബ്ദുൾ ഹക്കീം. 2022 200ാമത്തെ ജന്മവാർഷികം ആഘോഷിക്കുന്ന സസ്യശാസ്ത്രജ്ഞൻ ആരാ? ഗ്രിഗർ മെൻഡൽ ആണ് കേട്ടോ. സസ്യശാസ്ത്രജ്ഞനാണ് ഗ്രിഗർ മെൻഡൽ. സസ്യം, അപ്പോൾ സസ്യങ്ങളുടെയൊക്കെ കളർ ഗ്രീൻ കളറാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ഗ്രിഗർ മെൻഡൽ. അപ്പോൾ ശാസ്ത്രജ്ഞനാണ്, അപ്പം മെൻഡലായി എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഇത് ഈ സസ്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഗ്രിഗർ മെൻഡൽ. ചെറിയ സംരംഭങ്ങൾക്ക് പലിശ സബ്സിഡി നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഒരു ഭവനം ഒരു സംരംഭം. ചെറിയ സംരംഭങ്ങൾക്ക് പലിശ സബ്സിഡി നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഒരു ഭവനം ഒരു സംരംഭം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നിന്നും ആദ്യമായി യുനെസ്കോയുടെ ആഗോള പഠന നഗരം പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരങ്ങളാണ് തൃശ്ശൂരും നിലമ്പൂരും കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് യുനെസ്കോയുടെ ആഗോള പഠന നഗരം പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരങ്ങളാണ് തൃശ്ശൂരും നിലമ്പൂരും. വാനര വസൂരി ആദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ച ഏത് രാജ്യത്താണ്? എവിടെയാണ്? കോങ്കോ ആണ് കേട്ടോ. അപ്പോൾ വാനരൻ എന്നൊക്കെ പറയുമ്പോൾ കുരങ്ങൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. കോങ്കോ 1970-ലാണ്
അടുത്ത പോയിന്റ് 2022 വനിതാ യൂറോ കപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. ഓക്കെ, യൂറോ കപ്പ് ഇംഗ്ലണ്ടാണ്. അപ്പോൾ യൂറോനകത്ത് ഇ ഉണ്ട്, ഇംഗ്ലണ്ടിനകത്ത് ഇ ഉണ്ട്. അപ്പോൾ യൂറോ കപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടാണ്. വനിതകളുടെ ആണെന്നും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. 50-നും 65-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതർക്ക് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് നൽകുന്ന സ്വയം തൊഴിൽ വായ്പാ സഹായ പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ അവർക്കൊരു പുതിയൊരു ജീവൻ കിട്ടുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, നവജീവനാണ് കേട്ടോ. മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വനിതകൾക്കായി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രിയ ഹോം കേട്ടോ. എന്താണ് പ്രിയ ഹോം? മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വനിതകൾക്കായിട്ട് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രിയ ഹോം. അതിദാരിദ്ര്യ ആസൂത്രണ രേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. അതിദാരിദ്ര്യ ആസൂത്രണ രേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഫ്രഞ്ച് ഗവൺമെൻറ് ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശശി തരൂരിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഫ്രഞ്ച് ഗവൺമെൻറ് ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി ആരാണ്? ശശി തരൂരാണ് കേട്ടോ, ശശി തരൂർ. 2022 വനിതാ കോപ്പ അമേരിക്ക കിരീടം നേടിയിട്ടുള്ള രാജ്യം ബ്രസീലാണ്. 2022 വനിതാ കോപ്പ അമേരിക്ക കിരീടം നേടിയിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ് കേട്ടോ. വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന 1 ലക്ഷം സംരംഭം പദ്ധതിയിൽ ഒന്നാമതെത്തിയിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. വ്യവസായം, പലതരത്തിലുള്ള വ്യവസായം ഉണ്ടാക്കാമല്ലോ. അപ്പം അങ്ങനെ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന 1 ലക്ഷം സംരംഭം പദ്ധതിയിൽ ഒന്നാമതെത്തിയിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. പലതരത്തിലുള്ള വ്യവസായം പാലക്കാട്. 2022 വനിതാ യൂറോ കപ്പ് കിരീടം നേടിയിട്ടുള്ള രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലണ്ടാണ്. ഈ വെച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. പ്രഥമ ദേശീയ ഗോത്രഭാഷ ചലച്ചിത്രോത്സവത്തിന് വേദിയാകുന്നത് അട്ടപ്പാടിയാണ് കേട്ടോ, അട്ടപ്പാടിയിൽ. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ശുപാർശ സമർപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ് കേട്ടോ. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ. അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും ലഭിക്കുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണേ, പോഷക ബാല്യ പദ്ധതി കേട്ടോ. അങ്കണവാടികളിലെ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്നതിനായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏതാണ്? പോഷക ബാല്യ പദ്ധതി. അടുത്തത് കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബ്ലോസം പദ്ധതി. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്നുള്ള ഒരു പദ്ധതിയാണ് ബ്ലോസം പദ്ധതി. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേന്ദ്രത്തിന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽഡർ ലൈൻ പദ്ധതി. മുതിർന്ന പൗരന്മാരില്ലേ, അപ്പോൾ എൽഡർ ലൈൻ പദ്ധതി. തെക്കൻ സ്പെയിനിലെ സെവിയ നഗരം നേരിടുന്ന ഉഷ്ണ തരംഗത്തിൻ്റെ പേരാണ് സോയി എന്ന് പറയുന്നത് കേട്ടോ. ഉഷ്ണ തരംഗത്തിൻ്റെ പേരാണ് സോയി. എവിടെയാണ്? തെക്കൻ സ്പെയിനിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള മലയാളി ആരാണ്? ആതിര പ്രീത റാണി. നാസയുടെ കീഴിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ളതാണ് കേട്ടോ. ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ള മലയാളിയാണ് ആതിര പ്രീത റാണി. ഭയങ്കര ആദ്യമായിട്ടുണ്ടാവും അല്ലേ, കാരണം ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനമൊക്കെ അല്ലേ. അപ്പോൾ ആതിര പ്രീത റാണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അതേപോലെ തന്നെ 2022 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ടെസ്സി തോമസ്. നമ്മുടെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ടെസ്സി തോമസ് ആണ് 2022 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത്. 2022 യൂത്ത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ ആണ്. അപ്പോൾ ചെസ്സൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, ഇപ്പം അങ്ങ് ജയിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ പറയില്ലേ. അപ്പോൾ ചെന്നാൽ മതി. ഓക്കെ, ചെന്നൈ 2022 യൂത്ത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 44ാമത്തെ ചെസ് ഒളിമ്പ്യാഡാണ്. അതിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ടാണ് ഈ കൊടുത്തിട്ടുള്ള തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുതിര. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.